അപ്പോൾ നമ്മളിവിടെ ഫ്രീ ഫയർ ഒക്കെ കളിക്കുന്ന കുട്ടികളുണ്ടാവുമല്ലോ അല്ലേ, ഗെയിം കളിക്കുന്നവരില്ലേ? ഈ ഗെയിം കളിക്കുന്ന കൂട്ടുകാരും അതുപോലെ തന്നെ സ്പോട്ടിഫൈ പോലുള്ള ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നവരുണ്ടാവും, ക്യാപ് കട്ട് യൂസ് ചെയ്യുന്നവരുണ്ടാവും ഇല്ലേ? ഇങ്ങനെയൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഫുൾ വേർഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സുഹൃത്തുക്കൾ നമുക്ക് അയച്ചു തരും. എന്ത് ഫയലായിരിക്കും അയച്ചു തരുന്നത്? ഫ്രീ ആയിട്ട് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ഫയലായിരിക്കും അയച്ചു തരുന്നത്? APK. ഇങ്ങനെ നമ്മുടെ മൊബൈൽ ഫോണിൽ APK ഫയലുകൾ ഇൻസ്റ്റാൾ ചെയ്ത് അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന എത്ര ആൾക്കാരുണ്ട് നമ്മുടെ ഈ കൂടിയിരിക്കുന്നതിൽ? ഒന്ന് ജസ്റ്റ് ഒന്ന് കൈവക്കോ. APK ഫയൽ യൂസ് ചെയ്ത് മൊബൈൽ ഫോണിൽ APK ഉപയോഗിച്ചിട്ട് വെക്കുന്നത്. ഇത്രയും കണ്ടാൽ പോരല്ലോ, ഇനിയുണ്ട്. അപ്പോൾ ഈ APK ഫയലുകളുടെ ഏറ്റവും വലിയൊരു ഡേഞ്ചറസ് വശം ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ പരിവാഹൻ്റെ പേരിൽ നിങ്ങൾ ഫൈൻ അടക്കാനൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് മെസ്സേജുകൾ കാണാറുണ്ട്. അതിൻ്റെ കൂടെ വരുന്നൊരു ഫയൽ എന്താണ്? അത് ഈ പറഞ്ഞ APK ഫയലാണ്. ഈ APK ഫയലുകൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന എല്ലാം ഡേഞ്ചർ ആണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ഈ APK ഫയലുകളുടെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന പല പ്രോഗ്രാമുകൾ ഉണ്ടാവാം. നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ മുഴുവൻ കൺട്രോളും ഈ APK ഫയലുകൾ നിർമ്മിച്ച് വിടുന്ന അല്ലെങ്കിൽ പ്രോഗ്രാം ചെയ്ത് വിടുന്ന ആളുകളുടെ കയ്യിലുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്നതോടുകൂടി നമ്മളുടെ ഫോണിൻ്റെ ഫുൾ കൺട്രോൾ ആർക്ക് കിട്ടും? ഈ പറഞ്ഞ തട്ടിപ്പുകാരുടെ കയ്യിലേക്ക് കിട്ടും. അപ്പോൾ ഒരിക്കലും APK ഫയലുകൾ നിങ്ങൾ പ്രൊമോട്ട് ചെയ്യരുത്. ഇപ്പം നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും, ഞാൻ വർഷങ്ങളായിട്ട് APK യൂസ് ചെയ്യുന്നുണ്ട്, ഇതുവരെ എനിക്കൊരു കുഴപ്പം വന്നിട്ടില്ല. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, എല്ലാ APK ഫയലുകളും ഡേഞ്ചർ ആണെന്നല്ല. പക്ഷേ 100 APK ഫയൽ ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ 95 എണ്ണമെങ്കിലും നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ റിസ്കിലേക്ക് നിങ്ങൾ എത്തിക്കും, 100% ഉറപ്പാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു തരത്തിലും APK ഫയലുകൾ നിങ്ങൾ അതിനകത്ത് യൂസ് ചെയ്യാതിരിക്കുക ഫോണിൽ. പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികളുടെ, അതായത് വീട്ടിലുള്ള നമ്മുടെ അനിയന്മാരുടെയോ അല്ലെങ്കിൽ നമ്മളുടെയൊക്കെ പലതരത്തിലുള്ള ഫോട്ടോകളും വീഡിയോകളും ഇൻ്റർനെറ്റിൽ പ്രചരിക്കുന്നതായിട്ടുള്ള വാർത്തകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ലേ? ഓപ്പറേഷൻ പി ഹണ്ട് എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? പത്രം വായിച്ചിട്ടില്ല ആരും? അപ്പോൾ ഓപ്പറേഷൻ പി ഹണ്ട് ചെറിയ കുട്ടികളുടെ പോൺ വീഡിയോകളും ഇമേജുകളും പ്രചരിക്കുന്നത് തടയാൻ വേണ്ടിയിട്ടും അത് കാണുന്നതും അത് മറ്റുള്ള ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുന്ന ആളുകളെ പിടിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു കേരള പോലീസിൻ്റെ ഇനീഷ്യേറ്റീവാണ് ഓപ്പറേഷൻ പി ഹണ്ട്. ഈ പി ഹണ്ടിൽ പോലീസ് അറസ്റ്റ് ചെയ്ത ഉന്നതരായിട്ടുള്ള ആളുകളും ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളെയും അടക്കം പിടിച്ചു കഴിഞ്ഞ് അവരുടെ മൊബൈൽ ഫോൺ പരിശോധിച്ചപ്പോൾ മനസ്സിലായത് കുഞ്ഞു കുട്ടികളുടെ ന്യൂഡ് ഇമേജുകളാണ് ഇവരുടെയൊക്കെ ഫോണിലുണ്ടായിരുന്നത്. അപ്പോൾ ഈ കുഞ്ഞു കുട്ടികളുടെ ന്യൂഡ് ഇമേജുകളൊക്കെ എങ്ങനെയാണ് ഇവരുടെ ഫോണിൽ വന്നെന്ന് നോക്കുമ്പോൾ മനസ്സിലായത് ഗെയിം കളിക്കാൻ വേണ്ടിയിട്ടും ഇങ്ങനെ പല കാര്യങ്ങളിലും എൻഗേജ്ഡ് ആയിട്ട് നിൽക്കുന്ന കുട്ടികൾ. ഇപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ പല കുട്ടികളും ഗെയിം കളിക്കുന്നുണ്ടാവും. ഗെയിം കളിക്കുന്നത് തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത്. ഈ ഗെയിം കളിക്കുമ്പോൾ നമുക്ക് ഓൺലൈനിൽ ലൈവായിട്ട് ഗെയിം കളിക്കുമ്പോൾ നമ്മൾ പോലും നേരിട്ട് പരിചയമില്ലാത്ത ആളുകളുമായിട്ടായിരിക്കും നമ്മൾ ചാറ്റ് ചെയ്ത് സംസാരിച്ച് ഗെയിം കളിക്കുന്നത് അല്ലേ? ഇങ്ങനെ സംസാരിച്ച് ഗെയിം കളിക്കുമ്പോൾ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നമ്മുടെ ഗെയിമിംഗ് അക്കൗണ്ടുകൾ ഹാക്കായി പോയി കഴിയുമ്പോൾ നിങ്ങൾക്ക് സഹായമായിട്ട് ഒരു മുഖം മൂടിയിട്ട് ഒരാൾ നിങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടും. അയാൾ എന്തു പറയും? ഞാൻ ഹാക്കറാണ്, എനിക്ക് നിങ്ങളുടെ അക്കൗണ്ട് തിരിച്ചെടുത്ത് തരാൻ കഴിയും, പകരം നിങ്ങൾ നിങ്ങളുടെ ഒരു ഫോട്ടോ എനിക്കൊന്ന് അയച്ചു തരാൻ വേണ്ടിയിട്ട് പറയും. ആദ്യം ഒരു സാധാരണ ഫോട്ടോ നിങ്ങൾ അയച്ചു കൊടുക്കും. പിന്നീട് അവർ ആവശ്യപ്പെടുന്നത് നിങ്ങളുടെ ഡ്രസ്സ് ഇടാത്തൊരു ഫോട്ടോ ആയിരിക്കാം. ഇന്നിപ്പോൾ ഡ്രസ്സ് ഇടാത്തൊരു ഫോട്ടോ നിങ്ങൾ അയച്ചു കൊടുത്തില്ലെങ്കിൽ പോലും നിങ്ങൾ കൊടുക്കുന്ന സാധാരണ ഒരു ഫോട്ടോ വെച്ചിട്ട് ആ ഫോട്ടോ AI ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? ന്യൂഡ് ഫോട്ടോ ആക്കാൻ പറ്റും. നിസാര സെക്കൻഡുകൾ മതി. ആ ഫോട്ടോ വെച്ച് ബ്ലാക്ക് മെയിൽ ചെയ്ത് പല കുട്ടികളുടെയും നഗ്ന ചിത്രങ്ങൾ ഇവർ കൈവശപ്പെടുത്തിയിട്ടാണ് ഈ പറഞ്ഞ ഇൻ്റർനെറ്റിലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പ്രചരിപ്പിക്കുന്നത്. അപ്പോൾ അത് ഞാൻ പ്രത്യേകം എടുത്ത് പറയാൻ കാരണം പല കുട്ടികളും ഏറ്റവും കൂടുതൽ പറയാൻ മടിക്കുന്ന ഒരു പ്രശ്നമാണ് ഇതുപോലുള്ള കാര്യങ്ങൾ. ഓപ്പണായിട്ട് പാരൻസിനോട് സംസാരിക്കാൻ അവർക്ക് പറ്റില്ല. അപ്പോൾ ഇങ്ങനത്തെ ഉള്ള പല കേസുകളും ഒരു സൈബർ സെക്യൂരിറ്റി പ്രൊഫഷണൽ എന്നുള്ളതിൽ നിങ്ങൾ കോഴ്സ് പഠിക്കുമ്പോൾ സമയത്തോ പഠിച്ചിറങ്ങുന്ന സമയത്തോ ഇതുപോലുള്ള എല്ലാ കേസുകളും നിങ്ങൾക്ക് വരാം. ഞാൻ കണ്ടിരിക്കുന്ന സൈബർ സെക്യൂരിറ്റി പ്രൊഫഷണൽസൊക്കെ ഇതുപോലത്തെ ഏതെങ്കിലും കേസ് വന്ന് അവർ പറയും ഇതൊന്നും ഞങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു വിടാറാണ് പതിവ്. അപ്പോൾ പ്രത്യേകിച്ച് ഇതേപോലുള്ള ഒരു പണം നഷ്ടപ്പെട്ട കേസാണെങ്കിലും ഒരു പരാതി കൊടുക്കേണ്ട കേസാണെങ്കിലും ഈ പറഞ്ഞ ഈ കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ടുള്ള കേസാണെങ്കിലും ഇതുപോലെ എല്ലാ കേസുകളെ പറ്റിയിട്ട് നിങ്ങൾക്ക് വ്യക്തമായ ധാരണ ഉണ്ടെങ്കിൽ നിങ്ങളുടെ മുന്നിൽ വരുന്ന ഓരോ ആളുകളെയും നിങ്ങൾക്ക് സഹായം ചെയ്തു കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റും.